കുട്ടികളിൽ പാല് കുടിച്ച ഉടനെ തികട്ടി വരുന്നതും വൊമിറ്റ് ചെയ്യുന്നതും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതിനുള്ള കാരണങ്ങളും അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി ഫ്രം ഡോക്ടർ സ്വാതിസ് ഹോമിയോപ്പതി ആൻഡ് എസ്തെറ്റിക് ക്ലിനിക്. ഇതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളിൽ ഈസോഫാഗസ് ഫിഞ്ച് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആവാത്തത് കൊണ്ടാണ്. അതിന് മെയിനായിട്ട് ഒരു 6 മാസത്തിൽ കൂടുതലാവും അത് പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ട് വരുന്നതിനായിട്ട്. ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. നമ്മള് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന ഇന്റർവെല് കുറച്ച് കൂട്ടുക. ഫീഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചായിട്ട് ഫീഡ് ചെയ്യുക. ഇതുപോലെ ഈ ഡയപ്പർ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടിയുടെ വയറിൽ അധികം പ്രഷർ വരാതെ അങ്ങനത്തെ രീതിയിൽ ഡയപ്പർ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെ പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാല് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ തോളിൽ കിടത്തിയിട്ട് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ തട്ടിക്കൊടുക്കില്ലേ, അങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ഗ്യാസ് പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ വൊമിറ്റിംഗ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതല്ലാതെ വൊമിറ്റ് ചെയ്യുമ്പോൾ മൂക്കിലൂടെ വൊമിറ്റ് ചെയ്തിട്ട് പാനിക് ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിനെ ലെഫ്റ്റ് സൈഡോട്ട് തിരിച്ചു കിടക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടും ശ്വാസം ബാക്ക് ടു നോർമൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.